എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര കാർഷിക സഹായങ്ങൾ ലഭിക്കുന്ന എല്ലാവരും ഫാർമർ ഐ ഡി എടുക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് വന്നിരുന്നത്. അപ്പോൾ അത് പ്രകാരം തന്നെ എല്ലാവരും ഫാർമർ ഐ ഡി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. കുറച്ച് പേർക്ക് ഇപ്പോൾ അണ്ടർ പ്രോസസ്സിലാണ് നിൽക്കുന്നത്, കുറച്ച് പേർക്ക് ഇത് അപ്രൂവൽ ആയിട്ടുണ്ട്, ഫാർമർ ഐ ഡി അവർക്ക് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇത് പലരും എനിക്ക് കമൻറ്റ് അയക്കാറുണ്ട്, നിങ്ങൾക്ക് ഫാർമർ ഐ ഡി എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് അറിയില്ല. അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ്, എങ്ങനെയാണ് ഫാർമർ ഐ ഡി നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ നമുക്ക് ഈ ഫാർമർ ഐ ഡി കൊണ്ടുള്ള ഗുണം, അല്ലെങ്കിൽ എന്താണ് ഈ ഫാർമർ ഐ ഡി, അല്ലെങ്കിൽ എന്തിനാണ് ഈ ഫാർമർ ഐ ഡി നമുക്ക് എടുക്കാൻ കേന്ദ്രം ആവശ്യപ്പെടുന്നത്. കേന്ദ്രത്തിൻ്റെ രണ്ട് സഹായങ്ങളാണ്, ഒന്ന് PM കിസാൻ സമ്മാൻ നിധിയും കിസാൻ ക്രെഡിറ്റ് കാർഡ് KCC ലോണ്. ഈ രണ്ട് സഹായങ്ങളും കേന്ദ്രം നൽകുന്നത് കാർഷികപരമായിട്ടുള്ള സഹായങ്ങളാണ്. അത് കേന്ദ്രം ഉദ്ദേശിക്കുന്നത് ഒരു കർഷകനായിട്ട് നൽകുന്ന സഹായങ്ങളാണ് ഇത് രണ്ടും. അപ്പോൾ നിങ്ങളൊരു കർഷകനാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കേന്ദ്രം ഇങ്ങനെയുള്ള സഹായങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഒരു ഫാർമർ ഐ ഡി അവിടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് കേന്ദ്രം ഈ ഒരു ഫാർമർ ഐ ഡി എന്നുള്ളൊരു ചിന്താഗതി കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഒരു ഫാർമർ ഐ ഡി ആണ് ഇനി നിങ്ങൾക്ക് എന്ത് ആപ്ലിക്കേഷൻ കൊടുത്താലും, കേന്ദ്രപരമായിട്ടുള്ള കാർഷിക സഹായങ്ങൾ എന്ത് ആപ്ലിക്കേഷൻ കൊടുത്താലും ഈ ഒരു ഫാർമർ ഐ ഡി അവിടെ ജനറേറ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ അത് വീണ്ടും അത് എടുക്കേണ്ട ആവശ്യങ്ങളൊന്നും തന്നെയുമില്ല. ഈ ഫാർമർ ഐ ഡിയിലായിരിക്കും നിങ്ങൾ ഇനി അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഇന്നലെ വന്ന ഒരു കമൻറ്റാണ്, സെൻട്രൽ ഗവൺമെൻറ് ഇത് അറിഞ്ഞിട്ടില്ല, കേന്ദ്രം അറിഞ്ഞിട്ടില്ല, കൃഷി ഓഫീസിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഫാർമർ ഐഡിയുടെ ആവശ്യമേ ഇല്ല, PM കിസാൻ സമ്മാൻ്റെ തുക ലഭിക്കാൻ ഫാർമർ ഐഡിയുടെ ആവശ്യമേ ഇല്ല. പിന്നെ മറ്റു സ്ഥലങ്ങൾ പറഞ്ഞ് നമ്മൾ കണക്ക് കൂട്ടുന്നില്ല, അത് വിട്ടേക്കുക. ഈ കൃഷി ഓഫീസിൽ നിന്ന് ഇവർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താവശ്യത്തിനാണ് ഇത്രയും ലക്ഷക്കണക്കിന് കർഷകരെ ക്യൂ നിർത്തി മഴയത്തും വെയിലത്തും ഈ ഫാർമർ ഐ ഡി എടുക്കാൻ നിർബന്ധിച്ചത്? എന്നാൽ ഈ വരുന്നവരെല്ലാം പൊട്ടന്മാരാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് അറിയാത്തൊരു കാര്യമാണെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ നമ്മളെയും കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യം അത് മാത്രമാണ്. ഈ ഫാർമർ ഐ ഡി എടുക്കേണ്ടെന്ന് പറഞ്ഞതിനകത്ത് ഞാൻ ഉദാഹരണം കാണിച്ചു തരാം. ഇപ്പം നമ്മൾ പുതിയൊരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, PM കിസാൻ സമ്മാൻ നിധിയുടെ പുതിയൊരു ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ആദ്യം നമ്മുടെ ആധാർ നമ്പരും നമ്മുടെ ഫോൺ നമ്പറും ക്യാപ്ചയും കൊടുത്താണ് നമ്മൾ ഈ ആപ്ലിക്കേഷനിലേക്ക് കയറുന്നത്. കയറുമ്പോൾ ആദ്യം അവർ ആവശ്യപ്പെടുന്നത് എന്താണ്? നിങ്ങളുടെ ഫാർമർ ഐ ഡി ജനറേറ്റ് ചെയ്തിട്ട് മാത്രം മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഫാർമർ ഐ ഡിയുടെ ആവശ്യമില്ലേ? ഈ പറഞ്ഞവരോട് ഈ ആപ്ലിക്കേഷൻ ഫാർമർ ഐ ഡി ഇല്ലാതെ ഒന്ന് ചെയ്തു തരാമെന്ന് ചോദിക്കുക. ഈ അവകാശപ്പെട്ടവരോട് ഈ ഫാർമർ ഐ ഡി ഇല്ലാതെ ഈ ഒരു ആപ്ലിക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കുക. ഓക്കെ, ഇനി ആദ്യത്തെ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് അങ്ങനെ ആവുമെന്ന് വിചാരിക്കാം. 20ാമത്തെ ഗഡു വരെ വാങ്ങിച്ചിട്ട് ഇൻഎലിജിബിലിറ്റി വന്നൊരു വ്യക്തിയുടെ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം അവിടെ എന്താ കാണിക്കുന്നത്? അവരുടെ ഫാർമർ ഐ ഡി ആണ്. അപ്പോൾ ഫാർമർ ഐ ഡിക്ക് ഇവിടെ യാതൊരു അടിസ്ഥാനവുമില്ല എന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്. ഫാർമർ ഐ ഡി നിർബന്ധമായിട്ടും PM കിസാൻ സമ്മാൻ നിധി അല്ലെങ്കിൽ KCC ലോൺ, കേന്ദ്രപരമായി കാർഷിക സഹായങ്ങൾ ലഭിക്കുന്ന എല്ലാവരും ഫാർമർ ഐ ഡി എടുത്തിരിക്കണം. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ അവിടെ കേട്ടത് ഇവിടെ കേട്ടതും ഇരുന്ന് വായിച്ച് പറയുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. എനിക്ക് മനസ്സിലായിട്ടുള്ള വ്യക്തമായിട്ട് ധാരണയുള്ള കാര്യങ്ങളാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ കമൻറ്റുകൾ വരുമ്പോൾ സത്യസന്ധമായിട്ട് എനിക്ക് ദേഷ്യം വരും. നമ്മൾ വീഡിയോ ചെയ്യുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടാണ്. അല്ലെങ്കിൽ എനിക്ക് രാവിലെ ഇരുന്ന് 5-6 വീഡിയോകൾ ചെയ്തിരുന്ന് അല്ലെങ്കിൽ വായി വന്നതെല്ലാം പറഞ്ഞിരുന്ന് വീഡിയോ ചെയ്യാം. ഞാനത് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും, ഞാനത് മൈൻഡ് ചെയ്യാറുള്ളതല്ല. കാരണം നെഗറ്റീവ് കമൻസ് നമുക്ക് വളരെ കുറവ് വരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഫാർമർ ഐ ഡി നിർബന്ധമാണെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ പലരും ചോദിക്കുന്നൊരു കാര്യമാണ്, ഫാർമർ ഐ ഡി എങ്ങനെയാണ് നമ്മൾ അറിയുക? നമ്മളെല്ലാവരും ആപ്ലിക്കേഷൻ കൊടുത്ത് ഫാർമർ ഐ ഡി നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനായിട്ട് നിങ്ങൾ ഗൂഗിളിൽ കയറുക, കേരള ഫാർമർ രജിസ്റ്റർ എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വരുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജിലേക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും നടുക്ക് മുകളിൽ എൻറോൾമെൻറ്റ് സ്റ്റാറ്റസ് എന്നുള്ളത് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻറോൾമെൻറ്റ് നമ്പരോ അല്ലെങ്കിൽ നമ്മുടെ ഫാർമർ ഐ ഡിയോ കൊടുക്കാം. അല്ലെങ്കിൽ ഏറ്റവും താഴെയുള്ളത് നമ്മുടെ ആധാർ നമ്പർ. അപ്പോൾ ഫാർമർ ഐ ഡി കിട്ടാത്തവർക്ക് ആധാർ നമ്പർ മാത്രമേ അവിടെ ഓപ്ഷനുള്ളൂ. ആ ആധാർ നമ്പറിൽ അവിടെ ടിക്കറ്റ് കൊടുത്തുകൊണ്ട് തന്നെ താഴെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫാർമർ ഐ ഡി അപ്രൂവൽ ആണോ, പെൻഡിങ് ആണോ, റിജക്റ്റ് ആണോ എന്നുള്ളതൊക്കെ കാണാൻ സാധിക്കും. അതല്ല നിങ്ങൾക്ക് അവിടെ ഫാർമർ ഐ ഡി ജനറേറ്റ് ആയിട്ടുണ്ടോ, ഒരു പക്ഷേ റിജക്റ്റ് എന്നുള്ളത് കാണാം. പക്ഷേ അവിടെ ഫാർമർ ഐ ഡി ജനറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാർമർ ഐ ഡി അവിടെ ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ വേറെ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്രൂവ്ഡ് ആയിട്ടുണ്ടെങ്കിലും അവിടെ ഫാർമർ ഐ ഡി കാണും. പെൻഡിങ്ങിലാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഫാർമർ ഐ ഡി ജനറേറ്റ് ആയിട്ടില്ല. കാരണം അത് അപ്രൂവൽ ആയിട്ട് മാത്രമേ അല്ലെങ്കിൽ റിജക്റ്റ് ആയിട്ട് മാത്രമേ അവിടെ ഫാർമർ ഐ ഡി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അവിടെ വ്യക്തമായിട്ട് നോക്കിയാൽ നിങ്ങളുടെ ഫാർമർ ഐ ഡിയുടെ സംശയങ്ങളെല്ലാം നിങ്ങൾക്ക് മാറുന്നതാണ്. അതുപോലെ തന്നെ ഇൻഎലിജിബിൾ ആയിട്ടുള്ള കർഷകർ, നിലവിൽ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിലെ ഒരു ഭാര്യയാണെങ്കിൽ ഭർത്താവിൻ്റെ ആധാർ നമ്പരും പേരും കൊടുത്ത് ഡെമോ ഓതൻറ്റിക്കേഷൻ ചെയ്യണം. അതിനുശേഷം വരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ അത് വായിച്ച് നോക്കിയിട്ട് മാത്രം അതിൻ്റെ ഒരു പൂർണ്ണ കാര്യങ്ങൾ മാത്രം ചെയ്യുക. കാരണം അതിനകത്ത് ഇപ്പോൾ ആവശ്യപ്പെടുന്നതെല്ലാം നിങ്ങൾക്കുള്ളതല്ല. കാരണം 2018-19 കാര്യം അടച്ചിട്ടുള്ളവരാണെങ്കിൽ തൽക്കാലം നിങ്ങളിപ്പോൾ അതൊന്നും ചെയ്യേണ്ട. അതെല്ലാം നിങ്ങൾക്ക് ഫാമിലിപരമായിട്ട് കിട്ടിയ ഒരു ഭൂമിയാണ്, അച്ഛനും അമ്മയിൽ നിന്ന് മരണപ്പെട്ട് കിട്ടിയ ഭൂമിയാണെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം. കാരണം അതിനകത്ത് കുറച്ച് തെറ്റുകൾ വന്നിട്ടുണ്ട്. അതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ആ ആപ്ലിക്കേഷനിൽ കയറി എന്തെങ്കിലും ചെയ്യാൻ നോക്കാവുള്ളൂ. കാരണം അതിനകത്ത് വന്നിരിക്കുന്നതൊന്നും നിങ്ങളെ
സംബന്ധിച്ചുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ അതിപ്പോൾ നിങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് നിൽക്കേണ്ട. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്